ഉള്ള കാര്യങ്ങൾ പറയാന്നുള്ളതേ ഉള്ളൂ. റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അനാലിസിസ് ഒന്നുമില്ല, വസ്തുത പറയാന്നുള്ളതേ ഉള്ളൂ. അനാക്യമല്ലന്മാരെ നിനക്കാ പേടി, ദൈവത്തിന് പേടിയൊന്നുമില്ല. ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ഈ കാര്യം, അല്ലേ? ദൈവത്തിന് ഇതൊന്നും വലുതുമല്ല. ദൈവത്തിന് ഈ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളല്ല. നമുക്കായി കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ. ഈ അത്ഭുതത്തിന്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ വിളിച്ചു പോകുന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ലതാണ്, കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കുമെങ്കിലും ഈ എക്സൈറ്റ്മെന്റ് പലപ്പോഴും അവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കർത്താവ് തന്നെ പറയുന്നത്. ഒരു ദിവസം കർത്താവ് നടന്നു പോകുന്ന കൂട്ടത്തിൽ അവൻ അത്തിപ്പഴം കൊതിച്ചു, അത്തിപ്പഴം കണ്ടില്ല, അത്തിയെ ശപിച്ചു. പിറ്റേ ദിവസം അതിലെ പോയപ്പോൾ അത് ഉണങ്ങിയിരിക്കുന്നു. പത്രോസ് ഇത് കാണുക, എടുത്തൊരു ജാതം, കർത്താവേ എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം, നോക്ക് നീ ഇന്നലെ ശപിച്ച അത്തി ഇതാ ഉണങ്ങിയിരിക്കുന്നു. കർത്താവ് എന്താ പറഞ്ഞു? ആ നീ കണ്ടോ, ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞു? അത് മിണ്ടായിരുന്നാണ് പറഞ്ഞു. പത്രോസേ നീ മിണ്ടായിരുന്ന എന്ത് ദൈവത്തിന് വിശ്വാസമുള്ളവൻ ആയിരിക്കും. അതിന് ദൈവത്തിന് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ പറയുന്നു. നമ്മുടെ നോട്ടത്തിൽ എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഉള്ളുകൊണ്ടല്ലോ ഇതെല്ലാം വിളിച്ചു പറയുന്നത്. അല്ല, ഈ അത്ഭുതങ്ങൾ മനുഷ്യനാ അത്ഭുതം, ദൈവത്തിന് ഇതൊന്നും അത്ഭുതമല്ല. കർത്താവ് ചോദിക്കുക, ഒരു അത്തി ഉണങ്ങിയത് കണ്ടോണ്ടാണ് നീ കിടന്ന് ചാടുന്നത്. എടാ ഈ മലയോട് വിശ്വാസത്തോടെ പോകാൻ പറഞ്ഞാൽ അതും നടക്കും. അതിനിടയ്ക്ക് അവൻ ഒരു അത്തിയും കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. നമ്മൾ ഈ സിമ്പിളായിട്ട് വായിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ലെന്നല്ലേ അതിന്റെ അർത്ഥം, ഇല്ലേ? അല്ലേ? നോക്ക്, എന്താണ് ദൈവത്തിനെ വിശ്വസിക്കാത്തത്? ഒരു അത്തി കൊണ്ട് ഉണങ്ങി ഒരു ദിവസമുണ്ട്, ഇല്ലേ? കർത്താവ് പറഞ്ഞു ഇറ്റ് ഇസ് നത്തിങ് ബിക്കോസ് ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. കർത്താവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ളവൻ എക്സൈറ്റ്മെന്റ് കാണിക്കണം നിർബന്ധമില്ലെന്നല്ല, കാണിക്കത്തുമില്ല. എക്സൈറ്റ്മെന്റ് കാണിക്കത്തില്ല. പലപ്പോഴും ഞങ്ങൾക്ക് വി ഹാവ് എ മിഷണറി കോൾ ബിഷപ്പ്. അവന്റെ കാര്യം ഞാൻ എപ്പോഴും ഒത്തിരി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ ജീവിതത്തിൽ മാത്രം അത്ഭുതങ്ങൾ അവൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ കൂളായിട്ടാണ് പറയുന്നത്. കൂളായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അവന്റെ ഇളയ മോൻ, അവൻ ഞങ്ങളുടെ മിഷണറിമാരുടെ ചെല്ലുന്ന സമയം അവനിപ്പം രണ്ടാമത്തെ മോൻ താമസിക്കുന്നത്. അവന് ഒരു പ്രാവശ്യം ഇവർ ചർച്ചിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ചെറുക്കൻ പുറത്തിറങ്ങിപ്പോയി. ആരുമില്ല, പുറത്താരുമില്ല. അവിടെ സ്നാനത്തിന് വേണ്ടി കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കുളത്തിനകത്ത് വീണു. കുളത്തിനകത്ത് വീണെന്നുള്ളത് ഇവരാരും അറിയുന്നില്ല. 2.5 വയസ്സും കണ്ടേ ഉള്ളൂ കൊച്ചിന്, 2-3 വയസ്സേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു യു ഗോ ഔട്ട്, സംതിങ് ഹാസ് ഹാപ്പൻ ടു യുവർ ചൈൽഡ്. അപ്പൊ ഇവൻ നോക്കിയപ്പോൾ കുളത്തിൽ നിന്ന് ഒരു 10 അടി ദൂരെ ഈ കൊച്ചു കിടപ്പുണ്ട്, കംപ്ലീറ്റ് വെള്ളം കുടിച്ചു. വേറെ ആരുമില്ല. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നോർമലി അത് നമ്മളുടെ സ്നാനക്കുളം നിറച്ച് വെള്ളം കിടക്കുകയാണ്. നോർമലി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് 2.5 വയസ്സുള്ള അല്ലെങ്കിൽ 3 വയസ്സുള്ള കൊച്ചിന് കനോട്ട് കം ഔട്ട്. അതിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ വീണു എന്നുള്ളതിന്റെ തെളിവായിട്ട് എന്തുണ്ട്? വയറ് പൊമ്പന്നിരിക്കുകയാണ്, വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ. ഇവർ പെട്ടെന്ന് എടുത്തു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ആൻഡ് ദ ചൈൽഡ് വാസ് സേഫ്. അപ്പൊ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിശ്വസിച്ച് ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി? I was praying and we all were praying. അവന്റെ സംസാരം അങ്ങനെയാണ്. And the spirit said, അവൻ പറയുന്നത് എപ്പോഴും, the spirit said that my child has had some problem. And I just went out and I looked and he fell in the water. And in fact, it is here in this well, this pool he fell down. And it is the spirit took him and the spirit, he's saying very easily. And the spirit took him and put him there. ഒരു എക്സൈറ്റ്മെന്റോ കർത്താവ് ചെയ്ത അത്ഭുതമേ അങ്ങനൊന്നും പറയുന്നൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇതെല്ലാം കോമൺ കാര്യങ്ങളാണ്, കോമൺ ആയിട്ടുള്ള കാര്യം. അവന് ദൈവത്തിൽ എന്തുണ്ട്? ആ ഫെയ്ത്ത് ഉണ്ട്. നമുക്കിതാണെങ്കിൽ എന്തുമാത്രം സ്തോത്രം ചെയ്യാനുള്ള, സ്തോത്രപ്രവർത്തനം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. ഫെയ്ത്ത്. കഴിഞ്ഞിടെ അവന്റെ ചർച്ചിലെ ഒരു കൊച്ച് വീണ് കൈ ഒടിഞ്ഞു. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കൊച്ചാണ്. കൈ ഒടിഞ്ഞു. ആൾക്കാരെടുത്തോണ്ട് വണ്ടിയിൽ ഇട്ടുകൊണ്ട് ആശുപത്രിയോട് പോകുന്ന കൂട്ടത്തിൽ ഇവൻ സ്കൂട്ടർ എതിരെ ഓപ്പോസിറ്റ് വരികയാണ്. ഓപ്പോസിറ്റ് വരുന്ന കൂട്ടത്തിൽ ഈ കൊച്ചി ഇവനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ ആശുപത്രി കൊണ്ടുകൊണ്ടായ എന്നെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം. ഇവർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇവൻ ചോദിച്ചു, നിനക്ക് വിശ്വാസമുണ്ടോ? എന്റെ വിശ്വാസമൊന്നും കണ്ട് നീ വരികയൊന്നും വേണ്ട, നിനക്ക് വിശ്വാസമുണ്ട്. അപ്പൊ കൈ ഒടിഞ്ഞ് വളഞ്ഞിരിക്കുക. അവൾ പറഞ്ഞ് എനിക്ക് ഫെയ്ത്ത് ഉണ്ട്, എന്നാൽ തിരിച്ച് വീട്ടിൽ വിടാൻ പറഞ്ഞു. അവന്മാര് കൊണ്ടുവന്നവന്മാര് പിന്നെ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് പിന്നെ നമ്മൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷെ അവൻ അവിടെ കുറച്ച് ഇൻഫ്ലുവൻസ്, അവന്റെ ഫാദറൊക്കെ വളരെ ഇൻഫ്ലുവൻസിലാണ്. അതുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നു. ഇവൻ കയ്യിൽ പിടിച്ചു, പ്രാർത്ഥിച്ചു, കൈ നേരെ വെച്ചു. പിറ്റേ ആഴ്ച കൊച്ചു പോയി പരീക്ഷ എഴുതി. പ്ലാസ്റ്റർ ഇട്ടാലും കൊച്ചിന്റെ പരീക്ഷ എഴുതി നടക്കത്തില്ലായിരുന്നു.
ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പരീക്ഷ എഴുതാൻ പറ്റും വെള്ളിയാഴ്ച ഇല്ല. സോ ഗോഡ് ഈസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഈവൻ നൗ ആൻഡ് ദിസ് ഇസ് ടു us it is something big. പക്ഷെ നമ്മൾ ശരിക്കും ദൈവത്തിലെ ആശ്രയം അങ്ങോട്ട് കൂടിക്കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, when we know our Lord, then certainly it doesn't make us excited. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അത്ഭുതമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ എക്സൈറ്റ്മെന്റ് പലപ്പോഴും നമുക്ക് എന്താണ്, ഒരു വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു എക്സൈറ്റ്മെന്റ് എന്താണ്, അവിശ്വാസത്തിന്റെ അടയാളമാണ് അല്ലേ? ബിക്കോസ് എവറിഥിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. എല്ലാം കർത്താവിന് സാധ്യം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ആളുകൾ പറഞ്ഞു അനാക്യ മല്ലന്മാരവിടെ, അതുകൊണ്ട് നമുക്ക് നല്ല ദേശമാണ്, എങ്കിലും എന്ത് പറ്റത്തില്ല, അവിടെ അനാക്യ മല്ലന്മാരുണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇതൊരു വിഷയമല്ല, നമ്മൾ മനസ്സിലാക്കണം. ദേശത്ത് മല്ലന്മാരുണ്ട്, നല്ല കാര്യമല്ലേ അത്? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇവന്മാരെന്തോ മണ്ടത്തര പറയുന്നു. ഇവന്മാരവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ആളുകളെല്ലാം സോമാലിയയിലെ ആളുകളെ പോലെ ഇങ്ങനെ ഉണങ്ങി കോട്ടനടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞത്, ആ ദേശത്ത് മല്ലന്മാരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ആ ദേശം നല്ലതാണെന്നല്ലോ അതിന്റെ അർത്ഥം. അതിന് പകരം അവിടെ ഉള്ളവന്മാരെല്ലാം ഇങ്ങനെ ഉടക്കക്കൊള്ളികളാണെങ്കിൽ പിന്നെ ഇവൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, എന്തിനാ ഇല്ലേ? സോ ദിസ് ഇസ് എ പോസിറ്റീവ് തിങ്. അവിടെ ദേശത്ത് മല്ലന്മാരുണ്ടെന്നുള്ളത് എന്താണ്? ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇല്ലേ? ഇവർ പറയുന്നത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാവുള്ളവന്റെ അല്ലാത്തവന്റെ കാഴ്ചയുടെ പ്രശ്നം. ആത്മാവുള്ളവൻ മല്ലന്മാരെ കാണുമ്പോൾ പറയും, യാ കൊള്ളാം, കണ്ടോ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആണ്, ഇത് നല്ല ദേശമാണല്ലോ, കണ്ടില്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മല്ലന്മാരായ ആളുകൾ, ശരി എന്നായി കീഴടക്കിയിട്ടേ ഉള്ളൂ. കലവിന്റെ ചിന്ത അതാണ് ഇല്ലേ? പക്ഷെ മറ്റന്മാർ പറയുന്നത് എന്താണ്? നമുക്ക് കീഴടക്കാൻ പറ്റത്തില്ല. ആൻഡ് ഹിസ് കൗണ്ടനൻസ് ഫെൽ, എല്ലാവരുടെ അമ്മമാരുടെ എല്ലാം ദെയർ കൗണ്ടനൻസ് ഫെൽ, അവിടെ മുഖം അങ്ങ് വീണുപോയി, അവിടെ മുഖം വീണുപോയി. ശത്രു ശക്തനാണെന്ന് പറഞ്ഞാൽ ദേശം നല്ലതാണെന്നാണ് അർത്ഥം. ശത്രു ശക്തനാണെന്ന് പറഞ്ഞാൽ ദേശം നല്ലതാണെന്നാണ് അർത്ഥം. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്, രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ വെച്ച്, മെനി ഓഫ് യു നോ ദാറ്റ് വി വർ അറ്റാക്ട് ബൈ എ ഗാങ്. ഞങ്ങളുടെ വണ്ടി ഒരു ഗ്യാങ് കൂടി തല്ലിപ്പൊട്ടിച്ചു. ഞാനും ജെസിയും പിള്ളേരും, ജെസിയുടെ അനിയത്തിയും ഭർത്താവും എല്ലാം വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടോ, what you say, I don't know what can call it, അവരുടെ ഭാഗത്തു നിന്ന്, നമുക്കല്ല, അവരുടെ ഭാഗത്തു നിന്ന് അവരെന്ത് ചെയ്യുന്നത്, രാത്രി 11:30 വേണമെങ്കിൽ വണ്ടി കത്തിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ അനിയൻ എന്നോട് ചോദിച്ചു, ജെസിയുടെ വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ചോദിച്ചു, പക്ഷെ നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്യാൻ വന്നല്ലോ, നമ്മൾ പോകാൻ വന്നത്, അമ്മരല്ലേ ചെയ്യാൻ വന്നത്, അമ്മ ചെയ്തേ ചോട്ടെ, അതായത് നമ്മളിപ്പോ എന്തോ ചെയ്യാനാ? പാതിരാത്രിക്ക് നമ്മളെന്തോ ചെയ്യാനാ? ഒന്നും ചെയ്യണ്ട, നീ അവിടെ ഇരിക്കും. കാര്യം എനിക്ക് തന്നെയല്ല, ഞങ്ങളുടെ പിള്ളേർക്കുൾപ്പെടെ മുഴുവൻ പേർക്കും ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കയ്യിൽ സേഫ് ആണെന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പിള്ളേർക്ക് പോലും ഒരു ചലനം ഉണ്ടായിരുന്നു. ദൈവം തരുന്നൊരു ഉറപ്പാണ് കേട്ടോ. അല്ലാതെ നമ്മളുടെ എന്തുവാ ബുദ്ധിപരമായി രാത്രി 11:30 വിളിച്ചു കൂട്ടിയ ഒരു ഗാങ്, മോബല്ലെന്ന് ആലോചിച്ചു. ഒരു ഹനുമാൻ ടെമ്പിളിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് വിളിച്ചു, അവരെല്ലാം മൊബൈൽ ഫോണിൽ വിളിച്ച് ഓരോരുത്തരെ വിളിച്ചു 10-40-60 പേര് ഒരുമിച്ച് കൂടിയിട്ട് നമ്മളെ വണ്ടി തല്ലിപ്പൊട്ടിച്ച് അതിനകത്ത് ഞങ്ങളിരിക്കുക. പക്ഷേ ദൈവം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തന്നു, എല്ലാവർക്കും. എനിക്ക് തന്നെ ഒന്നുമില്ല, എല്ലാവർക്കും. ഞങ്ങളുടെ ഈ ബിഷപ്പ് തന്നെ കൊണ്ട് വണ്ടിക്കകത്തുണ്ട്. ബിഷപ്പിനോട് അമ്മമാർ പറഞ്ഞു, ഇറങ്ങി ഹനുമാൻ ടെമ്പിളിൽ കുമ്പിടാൻ. ഞാൻ പറഞ്ഞു, നീ നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. തല്ലിക്കൊല്ലാൻ വന്നിരിക്കുന്നത് പറയേ, നീ നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. നീ ചിന്തിക്കുന്നുണ്ടോ ഞാൻ അവിടെ ഒന്ന് കുമ്പിടുവന്ന്? ഈ ഒറിയായിൽ ഇതേ ടോണിലെ അവൻ പറഞ്ഞത്. അതാ എനിക്കത് അത്രയും വലിയ അത്ഭുതം. നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. നീ എന്താ ഈ പറയുന്നത്? അവിടെ ഒന്ന് കുമ്പിടാനോ? അല്ലെ, ഈ ഒറിയായി പറഞ്ഞു കോണേ അവന്റെ അതേ ലാംഗ്വേജിന്റെ ടോൺ കേട്ട് കഴിഞ്ഞാൽ തന്നെ വലിയ തമാശ തോന്നും അല്ലേ? നടക്കുന്ന കാര്യമെന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിമിഷം അവിടെ അടിച്ചു. തിരിച്ചു വന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞു, ആ തല്ലുകൊണ്ട് പോയി പറഞ്ഞു, അത് കൊള്ളാം കേട്ടോ, നല്ല സ്ഥലമാണ്, നമുക്ക് അവിടെ ഒരു വേലയുണ്ട്. അടി ഉണ്ടോ പറഞ്ഞാലെന്നറിയാമോ? ഇത് നല്ല സ്ഥലമാണ്, അവിടെ നമുക്കൊരു വേല ഉണ്ട്. അവൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി അവിടെ അടുത്ത വർക്ക് സ്റ്റേഷൻ തുടങ്ങുന്നത് അവൻ പറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ തന്നെ ബില്ലിഗ്രഹാം, പേര് ബില്ലിഗ്രഹാമാണ്. അവൻ പറയുന്നത് എന്റെ അടുത്ത വർക്ക് സ്റ്റേഷൻ അവിടെ ആണെന്നാ, ഈ അടി കൊണ്ടടുത്ത് അല്ലേ? ശത്രു പ്രബലനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദേശം നല്ലതാണെന്ന്. അല്ലാതെ ശത്രു പ്രബലനാണെങ്കിൽ എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ട് പോരണമെന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജനങ്ങൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രക്ഷപ്പെടാൻ പറ്റത്തില്ല, നമ്മൾ പെട്ടുപോയി. അവിടെ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ കാലേബ്
മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത കാര്യമുണ്ട്. മോശയുടെ മുമ്പാകെ. ഈ വേഴ്സിലെ ഓരോ ചെറിയ വാക്യങ്ങളിലും വളരെ ശക്തമായ എക്സ്പ്രഷൻസ് ഉണ്ട്. ഓരോ വ്യക്തിയുടെ ഹൃദയത്തിന്റെ എക്സ്പ്രഷൻസ് ഉണ്ട്. മോശയുടെ മുമ്പാകെ, ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും ശക്തി ഉണ്ട്. When I was reading it, the Spirit of the Lord just talked to me. Remember, it is before Moses. Now, what is it? എന്താ അതിന്റെ അർത്ഥം? മോശ മുമ്പാകെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മനുഷ്യൻ അവിശ്വസിക്കുന്ന സമയമാണ്, അല്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മനുഷ്യൻ അവിശ്വസിക്കുന്നു, ദൈവിക ശക്തിയെ കുറച്ച് കാണും. ഇതിവന് സഹിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൂടെ പോയ ആളുകൾ ദൈവത്തെ അവിശ്വസിക്കുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നമുക്ക് കൈവശമാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. റൈറ്റ്? അതൊന്നും നമുക്ക് ദൈവം തരത്തില്ല എന്നാ പറയുന്നത്. അപ്പോൾ എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കാണിക്കുന്നു. ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ മോശയുടെ മുഖത്തൊന്ന് നോക്കി. മോശയാണെങ്കിൽ അതിസൗമ്യനായ ആളും. മോശ ഒരു അക്ഷരം മിണ്ടുന്നില്ല. മോശം മിണ്ടാതിരുന്നിട്ട് അതിസൗമ്യനായ മോശം മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് അവന് സഹിച്ചില്ല. അവൻ മോശയുടെ മുമ്പാകെ ജനങ്ങളെ അമർത്തി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അവൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു. എല്ലാം അമർത്തി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സ്റ്റോപ്പ് ഇറ്റ് മാൻ, വാട്ട് ആർ യു സേയിങ്? നീ എന്തോ പറയുന്നേ? ഇവനും കൂടെ ചെയ്യപ്പെട്ടത് ഞാൻ പറയാം. നേതാവിന്റെ സൗമ്യത വളരെ അത്യാവശ്യമാണ്. നേതാക്കന്മാരുടെ സൗമ്യത വളരെ അത്യാവശ്യമാണ്. പക്ഷെ അണികളുടെ ആവേശവും അതുപോലെ തന്നെ അത്യാവശ്യം. അവൻ ചിലപ്പോൾ ആ സൗമ്യത കാണത്തില്ലായിരിക്കും, പക്ഷെ അവന് തീഷ്ണതയുണ്ട്. ഈസ് എ സെലട്ട്. അവൻ ശരിക്കും ഒരു എരിവുകാരൻ തന്നെയാണ്. ആര്? കാലേബ്, അല്ലെ? അവൻ ശരിക്കും ഒരു എരിവുകാരൻ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കർത്താവ് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ദൈവാലയത്തിൽ ഒരിസേ ബിസിനസ്മെൻ കയറി പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കള്ളന്മാരുടെ ഗുഹയാക്കി ചികിത്സിക്കുന്നതാണ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഹി കുഡന്റ് കീപ് ഹിംസെൽഫ് ഡൗൺ. എന്നോട് ചേർന്ന് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്ന് പറഞ്ഞ യേശു എന്ത് ചെയ്തു? ചാട്ടവാറെടുത്ത് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി, മൃഗങ്ങളെ അടിച്ചോടിച്ചു, ഇല്ലേ? തീഷ്ണത. എന്നിട്ട് അവിടെ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 2-17 വാക്യത്തിൽ പറയുന്നത്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ ഇന്ന് കളഞ്ഞു. പ്രിയമുള്ളവരെ, ചാട്ടവാറെടുത്ത് അടിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട, അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്നാൽ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള ഒരു എരിവ്, ജനങ്ങൾ ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ, ജനങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മളുടെ സഭ ദൈവിക പാതയിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ, വേറൊരു ആത്മാവുള്ളവനാണെങ്കിൽ സൗമ്യനായിരിക്കാൻ പറ്റത്തില്ല. He is a man with another spirit and he was zealous and he is a stop-it man. നിർത്ത്. മോശയുടെ മുമ്പാകെ അവൻ ബാക്കി 10 പേരെ അമർത്തി. അവൻ പറഞ്ഞു, what you say, it is against the will of God. അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്നതെന്നറിയാമോ? അവൻ മോശ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്നത് കൈവശമാക്കുക. എന്തോ ഈ പറയുന്നത്? ആ സ്ഥലം അവിടെ മനാക്യ മല്ലന്മാരുണ്ടെന്നോ? ദാറ്റ് ഈസ് ഗുഡ്. അത് നല്ല കാര്യമല്ലേ? നല്ല സ്ഥലമല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ്. നാം ചെന്നത് കൈവശമാക്കുക. നാം ചെന്ന് അത് കൈവശമാക്കുക. അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. നമുക്ക് കഴിയും അത് ചെയ്യാൻ. ബിക്കോസ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ദാറ്റ് ലാൻഡ് ഫോർ us and we certainly can conquer that land. We can possess it. We can get it. അത് ആത്മാവുള്ളവന്റെ പ്രശ്നം. എല്ലാവരും പറഞ്ഞത് പറ്റത്തില്ല. പക്ഷേ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവനായ കാലേ പറയാണ്, എന്താണ്? നമുക്കത് കഴിയും, നമുക്കത് കൈവശമാക്കുവാൻ കഴിയും. നമുക്ക് ശത്രുവിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നവരെ അല്ല ഇന്ന് സഭ. നമ്മുടെ എല്ലാം പ്രശ്നം ഞാൻ ഇന്ന് പലപ്പോഴും അറിയിച്ചു. ചില സംസാരം കേട്ടാൽ പിശാചെന്ന് പറയുന്നത് തകർക്കാൻ കഴിയാത്ത ഒരു മഹാപർവ്വതമാണ് നമ്മുടെ ചിന്ത. എന്ന വാസ്തവം എന്താണ്? ശത്രു എന്ന് പറയുന്ന ഒരു ചതഞ്ഞടഞ്ഞ പാമ്പ. തലചതഞ്ഞ ഒരു പാമ്പിനെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ശത്രു വന്ന് പേടിപ്പിക്കുന്നത്, പ്രവാചകന്മാരെ വന്ന് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ പേടിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, know who your enemy is. He is not a lion.